കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് കണ്ണൂരിൻ്റെ മനം കവർന്ന സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായ കാസർഗോഡേക്ക് സ്ഥലം മാറിപ്പോവുകയാണ്. അവിടെ പോലീസ് ചീഫായി അടുത്ത ദിവസം തന്നെ അദ്ദേഹം ചുമതലയേൽക്കും. എന്തായാലും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചിരിക്കുന്ന മുഖത്തോടുകൂടി എല്ലാവരെയും സ്നേഹിച്ച ഒരു കമ്മീഷണർ എന്ന പേര് സമ്പാദിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കണ്ണൂരിൽ നിന്നും കാസർഗോഡേക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും കണ്ണൂരിൽ 1.5 വർഷം എന്താണ് കണ്ണൂരിനെ പറ്റി കേട്ടതാണോ അറിഞ്ഞതാണോ നല്ലത്? കണ്ണൂർ നമ്മളുടെ സ്വന്തം നാടാണ്. കണ്ണൂർ ചാർജ് എടുത്ത സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ 1.5 വർഷക്കാലം ഒരുപാട് സംഭവങ്ങൾ കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം തന്നെ ഒരു കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ളൊരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ചരിതാർത്ഥ്യമുണ്ട് തീർച്ചയായിട്ടും കണ്ണൂരിൽ നിന്ന് പോകുന്ന സമയത്ത്. അപ്പോൾ അത് പരാതികളുടെ ഭാഗങ്ങളിലാണെങ്കിലും കേസുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും കണ്ണൂരിലെ ആൾക്കാരെല്ലാം ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ്. അത് നമ്മുടെ ഒരു നാടിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ആൾക്കാരെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഒരുപാട് നല്ല അനുഭവങ്ങൾ ഈ ഒരു കാലയളവിൽ തീർച്ചയായിട്ടും കണ്ണൂരിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. കണ്ണൂരേക്ക് വരുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു, കണ്ണൂരാണ്, തെരഞ്ഞെടുപ്പൊക്കെയാണ് വരാൻ പോകുന്നത്, അങ്ങനെ ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു? കണ്ണൂർ നല്ല പീസ്ഫുള്ളായ രീതിയിലാണ് നമുക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെന്നുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും മറ്റ് മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് വളരെ പീസ്ഫുള്ളായ രീതിയിൽ നമുക്ക് തെരഞ്ഞെടുപ്പുകൾ നടത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിനൊരു വലിയ സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന്, മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന്, ജനങ്ങളുടെ ഭാഗത്തു നിന്ന്, നമ്മൾ ഒരുപാട് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തു നിന്നുള്ളൊരു കോർഡിനേറ്റഡ് എഫേർട്ടാണ് എല്ലായ്പ്പോഴും നമ്മുടെ ഒരു ദൗത്യം വിജയിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അത് കേവലം ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇനീഷ്യേറ്റീവിൻ്റെ മാത്രം ഭാഗമായിട്ടല്ല, ഒരു ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു എല്ലാ ആൾക്കാരുടെയും ഏകീകരണത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഏതൊരു കാര്യവും കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സഹകരണവും അല്ലെങ്കിൽ ആ ഒരു കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ വളരെ സമാധാനപരമായിട്ട് നമുക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇലക്ഷൻ കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലേക്ക് പോസ്റ്റിംഗ് വരുമ്പോഴാരെങ്കിലും കണ്ണൂരാണ് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു? കണ്ണൂർ നമ്മളുടെ തന്നെ നാടല്ലേ, കണ്ണൂർ നമ്മുടെ തന്നെ നാടല്ലേ, അതിലിപ്പോൾ നമ്മൾ എന്താണ് പേടിക്കാനുള്ള കാര്യമുള്ളത്? കണ്ണൂർ നമ്മുടെ തന്നെ നാടാണ്, കണ്ണൂർ നമ്മൾക്ക് അറിയുന്ന ആൾക്കാരാണ്. പക്ഷേ പലപ്പോഴും നമ്മളുടെ ജില്ലയെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്, അതൊരു വസ്തുതയാണ്. പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളുടെ ഇടയിലേക്കാണെങ്കിൽ പല സ്ഥലങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കാരണവും അതിനുണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു ഹിസ്റ്ററി അതിനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും, ആ ജില്ലയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു ഭാഗം നിൽക്കുമ്പോൾ പോലും നമ്മൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം തീർച്ചയായിട്ടും കണ്ണൂരിൽ നിന്ന് പോകുന്ന സമയത്തുണ്ട്. ഈ 2 തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രാദേശികമായ വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടേ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പുകൾ അവസാനിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത്തവണ വളരെ സുഗമമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പും ഇതൊക്കെ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. പോലീസിൻ്റെ ആ ഒരു എഫേർട്ട് അതിൽ ഏത് രീതിയിലായിരുന്നു? പോലീസിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമാണോ അങ്ങനെ ഒരു കാര്യം നടന്നത്? പോലീസിൻ്റെ മാത്രം ഇടപെടൽ എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ എല്ലാവരുടെയും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ, പോലീസിൻ്റെ, അതിൻ്റെ ഭാഗമായി നിന്ന ഒരു മെഷീനറി, ഒരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് ഏതൊരു കാര്യവും വളരെ കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് ആ വിഷയം ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന മീഡിയ ഉൾപ്പെടെ എല്ലാ ആൾക്കാരുടെയും ഒരു കോർഡിനേറ്റഡ് എഫേർട്ടോട് കൂടിയിട്ടാണ് ഒരു ജനാധിപത്യത്തിൻ്റെ ഉത്സവം മനോഹരമായിട്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ പോലീസിന് നടത്താൻ വേണ്ടി പറ്റിയത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ സുഗമമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഭയം ഉണ്ടായിരുന്നോ പോലീസിന്? വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കൊക്കെ പോകുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു? പോലീസിന് അത്തരത്തിലുള്ള ഭയത്തിൻ്റെ ആവശ്യമില്ല. പോലീസിന് ഉണ്ടാവേണ്ടത് ജാഗ്രതയാണ്. കാരണം ആ ജാഗ്രത പോലീസ് എപ്പോഴും കാണിച്ചിട്ടുണ്ട്, ആ ജാഗ്രത തുടർന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. കാസർഗോഡേക്കാണ് പോകുന്നത്, സ്വന്തം നാടാണ്, സ്വന്തം ജില്ലയാണ്. അപ്പോൾ കാസർഗോഡ് അതൊരു ത്രില്ലാണോ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനും കുറേയേറെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് പോലീസിന് ഇന്നത്തെ കാലത്ത് പോലീസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കേവലം ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു കുറ്റാന്വേഷണം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പോലീസിൻ്റെ രീതികളിൽ അല്ലെങ്കിൽ ആ പോലീസിങ് സേവനങ്ങൾ ആവശ്യപ്പെടുന്ന, പോലീസിൻ്റെ ഇൻ്റർവെൻഷൻസ് ആവശ്യപ്പെടുന്ന ഒത്തിരി തലങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോലീസിനെ കുറച്ച് കൂടുതലായിട്ട് കൊണ്ടുപോകാനൊക്കെ
പറ്റുന്ന രീതിയിലേക്കുള്ള വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ ഈ അവസരത്തെ കാണുന്നത്. ഈ ഓപ്പറേഷൻ തൂഫാൻ നടക്കുകയാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു ഫൈറ്റിലാണ് ഇപ്പോൾ കേരള പോലീസ് ഉള്ളത്. ജനങ്ങൾ അതിനൊപ്പം അണിനിരന്നുകൊണ്ട് തന്നെ പിറകിലുണ്ട്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് വലിയ ഇടപെടൽ നടന്നിട്ടുണ്ട്. കണ്ണൂരിൽ താങ്കളുടെ ഈ കാലയളവിൽ നടന്ന ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനു മുമ്പും ലഹരിക്കെതിരായ വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ലഹരി മാഫിയയെ അടിച്ചമർത്താൻ നമുക്ക് പര്യാപ്തമായ ഒരു നടപടിയിലേക്ക് ഇത് കടക്കും എന്ന വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഓപ്പറേഷൻ തൂഫാൻ ലോഞ്ച് ചെയ്തതിന് ശേഷം ആ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് വലിയ തരത്തിലേക്ക് ജനങ്ങൾക്കിടയിൽ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ജാഗ്രത ഉണർന്നിട്ടുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പ്രത്യേകിച്ചിട്ട് വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഏരിയയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതിലൊരു ഇടപെടൽ ഉണ്ടാവണം, ആ ഇടപെടലിന് പോലീസിൻ്റേതായിട്ടുള്ള സേവനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്, അത് അവരുടെ അവകാശമാണ് എന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർ മുൻപോട്ട് വരികയും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായ ഇടപെടലിലൂടെ ഒരുപാട് കേസുകൾ ഡിറ്റക്ട് ചെയ്യാനും വേണ്ടിയിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാഴ്ചത്തെ ഡാറ്റ മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 3 കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുകൾ ഉൾപ്പെടെ 16ഓളം NDPS സ്മോൾ ക്വാണ്ടിറ്റി ഇൻ്റർമീഡിയറ്റ് കൊമേഴ്ഷ്യൽ കേസുകൾ നമ്മൾ ഈ കാലയളവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു 40ലധികം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസുകൾ നമ്മൾ ഈ കാലയളവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ജാഗ്രത ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഒരു ജനകീയപരമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് വന്നാൽ കൂടെ നമുക്ക് സാധ്യമാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അത് കേവലം പോലീസിന് മാത്രമായിട്ടുള്ള ഉത്തരവാദിത്തമായിട്ടല്ല നമ്മളതിനെ കാണുന്നത്. തീർച്ചയായിട്ടും അതിന് എൻഫോഴ്സ്മെൻറ്റിൽ പോലീസിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാധനം അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ഒരാൾക്ക് ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടൊരു കാര്യം കാണുന്ന സമയത്ത് അതിനെ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്ക് ഒരാൾ കടന്നു വരുന്നു എന്നുള്ളതിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു വലിയ സാധ്യത തീർച്ചയായിട്ടും ഈ ഓപ്പറേഷൻ തൂഫാൻ തുറന്നു വയ്ക്കുന്നുണ്ട്. അത് കേവലം ഒരാൾ ഉപയോഗിക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ പിടികൂടി അയാളെ നിയമത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഡിമാൻഡ് സൈഡ്, അതിൻ്റെ സപ്ലൈ സൈഡുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ അവയർനെസ്സുമായി ബന്ധപ്പെട്ട്, അഡിക്ഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് പില്ലേഴ്സ് ഈ തൂഫാൻ ഓപ്പറേഷനിലുണ്ട്. അതിൻ്റെ ഇൻ്റലിജൻസ് ഗ്യാതറിങ്ങുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ അവയർനെസ്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇപ്പോൾ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വലിയ തരത്തിലേക്കുള്ള പരിപാടികൾ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ തരത്തിലേക്കുള്ള പരിപാടികൾ ഈ വിഷയത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലഹരിക്കെതിരായിട്ടുള്ള ഒരു ശക്തിയായിട്ട് എല്ലാ ആൾക്കാർക്കും മുന്നോട്ട് വരാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. പക്ഷേ ആ ശക്തി അതിൻ്റേതായിട്ടുള്ള ശക്തിയിൽ തുടർന്നും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് തുടർന്നും ആ ജാഗ്രത പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, ജനങ്ങളുടെ ഭാഗത്തു നിന്ന്, എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരു കൂട്ടായ ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടാവണം. തീർച്ചയായിട്ടും പോലീസ് അതിന് നേതൃത്വം നൽകി മുന്നോട്ട് പോകും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ ഇത് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അവിടത്തേക്ക് അതിൻ്റെ ഉറവിടത്തിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തുന്നില്ല എന്നുള്ളൊരു പരാതി വ്യാപകമായിട്ടുണ്ട്. എന്താണ് അതിൽ പോലീസിന് ചെയ്യാൻ കഴിയുക? ഇപ്പോൾ കണ്ണൂരിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാംഗ്ലൂരിൽ നിന്നുള്ള സോഴ്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുത്തി കേസുകൾ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ ലഹരിയുടെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ തന്നെയാണ് പോലീസ്. തീർച്ചയായിട്ടും അതിൽ മുൻകാലങ്ങളിൽ നമ്മൾക്ക് നൈജീരിയൻ കണക്ഷൻസ് ഉള്ള ആൾക്കാരെ എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തുടർന്നും അതിൻ്റെ സോഴ്സ് കണ്ടെത്തുന്നത് വരെയുള്ള പോരാട്ടം പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും. ബാംഗ്ലൂരിൽ ഇതിൻ്റെ ഒരു ഹബ്ബ് ആയി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണോ? നമ്മൾ കേവലം ബാംഗ്ലൂർ എന്നുള്ളതല്ല, നമ്മുടെ പല കേസുകളിലും ബാംഗ്ലൂരിൽ നിന്നും മുംബൈയിൽ നിന്നും അതുപോലെ രാജസ്ഥാനിൽ നിന്നും ഒഡീഷയിൽ നിന്നും ഒക്കെ സോഴ്സ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ പല ഔട്ട്സൈഡ് സ്റ്റേറ്റുകളിൽ നിന്ന്, പ്ലേസസിൽ നിന്ന് വരുന്നതാണോ, അതിലാരൊക്കെയാണ് ഇൻവോൾവ് ആവുന്നത്, അതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായിട്ടുള്ളൊരു മാപ്പിംഗ് ഈ തൂഫാൻ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഈ ചാർജ് എടുത്ത് കുറച്ച് കഴിയുമ്പോഴാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഉണ്ടായിരുന്നത്. അന്ന് അത് പെട്ടെന്ന് കേട്ടപ്പോൾ ആകെ ഒരു ഷോക്കായി. എന്താണ് അന്ന് സംഭവിച്ചത് ശരിക്കും? അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റ് ഇൻഫർമേഷൻ ലഭിച്ച സമയത്ത് ഏകദേശം ഒരു 6:30-7 മണി സമയത്താണ് എനിക്ക് 6:30 സമയത്ത് ആ സംഭവം നടന്ന സമയത്ത് ജലധികൃതർ അറിയിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വലിയ തരത്തിലേക്ക് ആ ജാഗ്രത നമ്മൾക്ക് ജനങ്ങളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്, മീഡിയയെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്, മുഴുവൻ പോലീസിനെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിന് ശേഷം മണിക്കൂറുകൾക്കകം ആ രീതിയിലുള്ള ഒരു പ്രതിയെ മറ്റ് അപകടങ്ങൾ കൂടാതെ, ഇപ്പം ആ സമയത്ത് മറ്റേതെങ്കിലും തരത്തിലേക്കുള്ള മറ്റ് ആക്രമണങ്ങളിലേക്കൊക്കെ ഒന്ന് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് പിടികൂടാൻ വേണ്ടി പറ്റിയത് തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആ ഒരു പ്രതി പുറത്തോട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സാമൂഹ്യപരമായിട്ടുള്ള വലിയൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വീണ്ടും തിരിച്ച് ജയിലിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയത് കൃത്യമായിട്ടും പോലീസിൻ്റെയും ജനങ്ങളുടെയും
അതുപോലെ മീഡിയയുടെ എല്ലാവരുടെയും തന്നെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടിന് അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പറ്റിയത് തീർച്ചയായിട്ടും കണ്ണൂരിൽ നിന്നുള്ള ഒരു നല്ലൊരു ഓർമ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രമാദമായ സംഭവമായിരുന്നു ഈ നിതിൻ രാജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അന്ന് സാർ നടത്തിയ ആ ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു 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 പ്രതികരണം വലിയ രീതിയിൽ മറ്റ് തലത്തിലേക്കൊക്കെ പറഞ്ഞ് ഒരു ഒരു ചർച്ചയിലേക്കൊക്കെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വേദനിപ്പിച്ചോ? അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും അത് അന്വേഷണാവസ്ഥയിലുള്ള കാര്യമാണ്. ക്രൈംബ്രാഞ്ച് ഏജൻസി ഇപ്പോൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ അന്വേഷണാവസ്ഥയിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ ഞാനല്ല അതിൻ്റെ ചാർജ് ഉള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നതിന് എനിക്ക് പരിമിതിയുണ്ട്. എന്തായാലും ഈ കണ്ണൂരിൽ നിന്ന് പോകുമ്പോൾ സംതൃപ്തനാണോ? തീർച്ചയായിട്ടും കണ്ണൂരിൽ നിന്ന് പോകുമ്പോൾ സംതൃപ്തനാണ്. ഒരുപാട് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ട്, കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട്, സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഈ കാലയളവിൽ ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരു പരാതി പറയാൻ വേണ്ടിയിട്ട് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്നെ കണക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി കഴിയും. നമ്മുടെ ഓഫീസാണെങ്കിലും ആ രീതിയിൽ എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വലിയ തരത്തിലേക്കുള്ള സപ്പോർട്ട് നൽകിയ കണ്ണൂരിലെ പ്രിയപ്പെട്ട കണ്ണൂരിലെ ജനങ്ങളോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി കൂടി പറയുകയാണ്. പുതിയ ആസ്ഥാന മന്ദിരം അവിടെ പണി കഴിപ്പിച്ച് എല്ലാ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അവിടത്തേക്ക് മാറുന്നതിന് മുമ്പാണ് ഈ സ്ഥലം മാറ്റം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിരവധി പോലീസ് സ്റ്റേഷനുകൾക്ക് കെട്ടിടമുണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. കഴിഞ്ഞ ഈ ഒരു പീരീഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് മുൻപേ തന്നെ തുടങ്ങിയ പല പ്രൊജക്റ്റുകൾ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റി. കണ്ണവം പോലീസ് സ്റ്റേഷൻ, മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ, പിണറായി പോലീസ് സ്റ്റേഷൻ, പിന്നെ ഇതുകൂടാതെ നമ്മുടെ പോലീസിൻ്റെ സിന്തറ്റിക് ട്രാക്ക്, മൾട്ടിപർപ്പസ് ഇൻഡോർ കോർട്ട്, പുതിയ ജില്ലാ പോലീസ് ആസ്ഥാന മന്ദിരം, നോളജ് റെപ്പോസിറ്ററി സെൻറ്റേഴ്സ് തുടങ്ങി ഒരുപാട് മുൻപേ തന്നെ നടന്നിരുന്നതും പുതിയതായിട്ട് വന്നതുമായിട്ടുള്ള പല പ്രൊജക്റ്റുകളും നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാലയളവിൽ പറ്റിയത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മിസ് തന്നെയായിരിക്കും പി നിതിൻ രാജിൻ്റെ മടക്കം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം കണ്ണൂരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് കണ്ണൂരിൻ്റെ ഒരാളായി കണ്ണൂരുകാരനായി മാറിയ ഒരു സിറ്റി പോലീസ് കമ്മീഷണറാണ് പി നിതിൻ രാജ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിരിച്ചുകൊണ്ടല്ലാതെ അദ്ദേഹം ഒരു പരാതി പറയാൻ വരുന്ന ഒരാളോട് പോലും മോശമായി സംസാരിച്ചു, പ്രതികരിച്ചു എന്നൊക്കെയുള്ള ഒരു പരാതിയും ഇല്ലാതെയാണ് കഴിഞ്ഞ 1.5 വർഷം പി നിതിൻ രാജ് കണ്ണൂരിനെ സേവിച്ചിട്ടുള്ളത്. അദ്ദേഹം കാസർകോട്ടേക്ക് സ്ഥലം മാറിപ്പോവുകയാണ്. ഏറ്റവും അർപ്പണബോധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥർ. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രഭാഷണങ്ങളും വലിയ രീതിയിൽ എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വലിയ പ്രചോദനമായിട്ടുണ്ട്. ഏത് സ്കൂളിലെ പരിപാടികളായാലും അവിടത്തേക്ക് പി നിതിൻ രാജിനെ ക്ഷണിക്കുക എന്നുള്ളത് ഒരു പതിവായി മാറിയ സാഹചര്യം കൂടിയാണ് കഴിഞ്ഞ 1.5 വർഷം കണ്ണൂരിലുണ്ടായിരുന്നത്. എന്തായാലും പുതിയ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് കാസർകോടേക്ക് പോലീസ് ചീഫായി അദ്ദേഹം സ്ഥലം മാറുകയാണ്. കണ്ണൂരിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന് ഈ ഘട്ടത്തിൽ. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.